മലയാളികളിലെ ഭൂരിഭാഗം പേരും ഇന്ന് അരിയാഹാരം ഒരു നേരം കുറയ്ക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ഫ്ലാക്സ് സീഡ്സ് ചട്നി പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് എനിക്ക് റാഗി ദോശയും ഫ്ലാക്സ് സീഡ്സ് ചട്നിപ്പൊടിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് കുറച്ചിടുക, 1 സ്പൂൺ എടുക്കുക. പിന്നെ കറുത്ത എള്ള്, വെളുത്തുള്ളി, 2 എള്ള് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. അതും ഒരു 1.5 സ്പൂൺ വീതം എടുത്തു. പിന്നെ ഫ്ലാക്സ് സീഡ്സ്, കറിവേപ്പില, കായപ്പൊടി, ഉപ്പുപൊടി, ഉഴുന്നുപരിപ്പ്, ചെറുപയറ്റും പരിപ്പ്. അതിന് പകരം കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ എടുക്കാം. കായപ്പൊടിക്ക് പകരം കട്ടക്കായ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം എടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ല മണം നൽകും നമുക്ക് ഈ പൊടിക്ക്. പക്ഷേ കായപ്പൊടിയാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല. നമുക്കതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടാവട്ടെ. അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഫ്ലാക്സ് സീഡ്സൊക്കെ അളവെടുക്കാം. ഫ്ലാക്സ് സീഡ്സ് ഒരു ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുക്കുന്നത്. ചെറിയ ഗ്ലാസ്സിനാണ്, തീരെ ചെറിയ ഗ്ലാസ്സായത്. അതിനകത്ത് 1 ഗ്ലാസ് എടുത്തു. ആദ്യം ഉണ്ടാക്കുമ്പോൾ എല്ലാം തന്നെ കുറച്ചുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കേടായി പോകാണ്ടിരിക്കാനും. ഇപ്പോൾ വറുത്ത പൊടികളൊക്കെ കുറച്ചാൽ കഴിക്കും, എന്നാലും കേടായി പോകാണ്ടിരിക്കാനും. പിന്നെ ഇഷ്ടമില്ലെങ്കിൽ കൂടുതൽ നമ്മുടെ പയറുകളും അതും ഇതും നമ്മുടെ എടുത്ത് എല്ലാം തന്നെ വേസ്റ്റ് ആക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ചുണ്ടാക്കുക. ചിലർക്ക് എല്ലാവർക്കും സ്വാദ് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് വേണം നമുക്ക് പിന്നീട് കൂടുതലുണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിന് ഫ്ലാക്സ് സീഡ്സ് എടുത്തു, 3/4 ഗ്ലാസ് ആ ഗ്ലാസ്സിന് തന്നെ ഉഴുന്നും എടുത്തു. ഇനി നമുക്ക് ചെറുപയറ്റും പരിപ്പ് എടുക്കാം. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പ് എടുക്കാം, 3/4 ഗ്ലാസ്. ഇതേ അളവിൽ തന്നെ കൂടുതലുണ്ടാക്കണവർക്ക് കൂടുതലുണ്ടാക്കാം. ഇതിലും കുറവ് വേണമെങ്കിൽ 1/2 ഗ്ലാസ് ഇത് എടുത്തിട്ട് ചെയ്യാം. 1/2 ഗ്ലാസ് ഫ്ലാക്സ് സീഡ്സ്, 1/4 ഗ്ലാസ് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പോ ചെറുപയറ്റും പരിപ്പോ ഒക്കെ എടുക്കാം. എള്ള ഏറ്റവും നല്ല ഭയങ്കര ശരീരത്തിന് ഗുണമുള്ളതാണ്. അപ്പം നമ്മൾ എള്ളും കൂടി എടുത്തു. അപ്പോൾ ഇവിടെ 2 എള്ളുള്ളതുകൊണ്ട് അതെടുത്തു. ഞാനിതിവിടെ ഒരുമിച്ചിടുക. എല്ലാം സെപ്പറേറ്റ് വറുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാണ് വറക്കുന്നത്. ഫ്ലാക്സ് സീഡ്സ്, എള്ളൊക്കെ ഒരു പൊട്ടുന്ന ഒരു സമയമുണ്ട്, അതുവരെ നമുക്ക് വറക്കാം. ഇല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കുറച്ച് നേരമായിട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നവരെ നമുക്ക് വറുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് പൊട്ടി തുടങ്ങി, എള്ളും ഫ്ലാക്സ് സീഡ്സും ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നിറവും ബ്രൗണായി. കറിവേപ്പില ഇടാം. ആ സമയത്ത് ഇവിടെ ഉണ്ടായ കറിവേപ്പില, അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടാലും നമുക്ക് പ്രശ്നമില്ല. വയറിനൊക്കെ നല്ലത് തന്നെയാണ് കറിവേപ്പില. കറികളിലൊക്കെ ആണെങ്കിൽ ഇടുന്നെങ്കിൽ കടുക് വറുത്ത് ഇടുമ്പോൾ എല്ലാവരും എടുത്ത് കളയും. ഇതൊക്കെ ആകുമ്പോൾ വറുത്ത് പൊടിക്കുന്നതിലൊക്കെ ഇടുവാണെങ്കിൽ ഇച്ചിരി എല്ലാവരുടെയും വയറ്റിൽ ചെല്ലും. പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇത് ഏകദേശം വറുത്ത് റെഡിയായി, എല്ലാം പൊട്ടി ബ്രൗൺ നിറമായി, കറിവേപ്പിലയും ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമായി. നമുക്കിനിയിപ്പോൾ ഫ്ലെയിം നിർത്തിയിട്ട് മുളക് പൊടിയെല്ലാം ചേർക്കാം. അതിൻ്റെ ചൂട് മതി. ധാന്യങ്ങളെല്ലാം ചൂടായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടിൽ മുളക് പൊടി ചൂടായാൽ മതി. കാരണം തീ ഞാൻ ഓഫ് ചെയ്തു. ഉപ്പുപൊടി ഇടാം. ആദ്യം കുറച്ചിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്കിടാമല്ലോ. പിന്നെ കായപ്പൊടിക്ക് പകരം നല്ല മണമായിരിക്കും കട്ടക്കായത്തിൻ്റെ ഒരു കഷ്ണം ഇടുന്നത്. ഇതൊരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂണോളം ഉണ്ട്, ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുകൊണ്ട് ഞാൻ 3 സ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. 3 ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് ഈ ചൂടിലൊന്ന് നമുക്ക് വറക്കാം. അത്രയും ചൂടായാൽ മതി മുളക് പൊടിയൊക്കെ, ഇല്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിക്കാം.
ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റ് ചട്ടിനിപ്പൊടികളൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇതിനകത്തും ഒത്തിരി നൈസ് പൊടിയായിട്ട് എടുക്കണ്ട. ഇടയ്ക്ക് ഉഴുന്ന് പരിപ്പൊക്കെ കടിക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് തരിതരിപ്പോട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ആവശ്യത്തിനെടുത്തിട്ട് എണ്ണ ചാലിച്ചും കഴിക്കാറുണ്ട്, ചിലർ പൊടിയോട് തന്നെ കഴിക്കാറുണ്ട്. അത് ഇഷ്ടമുള്ള പോലെ. ചിലർക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അപ്പോൾ നല്ലെണ്ണ ചേർത്ത് ചെയ്യും. ചിലർ നെയ്യ് ചേർത്ത് ചട്നിപ്പൊടി ഉണ്ടാക്കും. ഇതിലെ പകുതി ഭാഗം ഞാൻ പുളി ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് 2 അല്ലി പുളി എടുത്ത് ഇതിനകത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താണിത്. ഇതിന് ഇച്ചിരി പുളിപ്പുണ്ടാകും. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി ഭാഗം പുളിയില്ലാതെ പകുതി ഫ്ലാക്സ് സീഡ്സ് ചട്നിപ്പൊടിയിൽ പുളിയുള്ളതുമാണ്. ഇന്ന് ഞാനിവിടെ ഉഴുന്ന് പരിപ്പ് തലേ ദിവസം അരച്ച് വെച്ച റാഗി ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പൊടിച്ചിട്ട് നമുക്ക് 1 കുപ്പി വെള്ളം പൊടി കിട്ടി. അപ്പോൾ റാഗി ദോശയും ഫ്ലാക്സ് സീഡ്സ് ചട്നിപ്പൊടിയാണ് ഇന്ന്